എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കാണുന്ന ആ ഒരു ക്യാപ്ച കോഡ് നൽകി. ക്യാപ്ച എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതാണ് ക്യാപ്ച കോഡ്. അത് കറക്റ്റായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ ഒരു നീല കളറിലൊരു ജസ്റ്റ് ഒരു വട്ടത്തിലുള്ള ഒരു സിമ്പിൾ കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അന്നേരം അതായത് ഈ ഒരു ക്യാപ്ച മാറുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂലൈ 15 വൈകിട്ട് 4 മണിക്ക് മുൻപായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിര പ്രവേശനമാണുള്ളത്, ടെമ്പററി അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററിയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജൂലൈ 15 വൈകുന്നേരം 4 മുമ്പായിട്ട് ജോയിൻ ചെയ്യേണ്ടതാണ്. സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം അനുവദനീയമല്ല. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടാതിരുന്നാൽ, അത് സ്ഥിര പ്രവേശനം നേടാതിരുന്നാൽ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതാണ്. തെറ്റായ വിവരങ്ങൾ നൽകി ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റും റദ്ദ് ചെയ്യപ്പെടും. അതുപോലെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടും ഫീസ് അടക്കാം. ഇതിനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിൽ ലഭ്യമാണ്. ഇത്തരത്തിൽ ഫീസ് അടക്കുന്ന കുട്ടികൾ ഓൺലൈൻ ഫീസ് റെസിപ്റ്റ് സ്കൂളിൽ അഡ്മിഷൻ ടൈമിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിച്ച് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ ജൂലൈ 15 അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനൻറ്റ് അഡ്മിഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.